ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വാശിയേറിയ മത്സരം വരികയാണ് ഞായറാഴ്ച മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ട് അപ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ് മത്സരത്തിനായിട്ട്. എല്ലാവർക്കും അറിയാം, അന്ന് മുംബൈയിൽ ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആരാധകർ കട്ട വെയിറ്റ് ചെയ്യുന്ന ഒരു മത്സരമാണ് മുംബൈ സിറ്റി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം. ആ വാശി ഉള്ളത് കൊണ്ട് തന്നെ ടിക്കറ്റുകളൊക്കെ ഏകദേശം വിറ്റ് പോയിട്ടുണ്ട്. ഏകദേശം നല്ല ഫുള്ളി വിറ്റ് പോയിട്ടുണ്ട്. ഇനി ഏതൊക്കെ കുറച്ച് ബ്ലോക്ക് ടിക്കറ്റുകൾ മാത്രമാണ്, 2-3 ബ്ലോക്ക് ടിക്കറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ബാക്കി എല്ലാ ടിക്കറ്റുകളും വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗംഭീര ക്രൗഡ് തന്നെ ആ മത്സരത്തിൽ കൊച്ചിയിൽ കളി കാണാൻ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ വെച്ച് തോൽപ്പിച്ചതിന് പകരം ആ തല്ലൊക്കെ ഉണ്ടാക്കിയതിനെ തുടർന്ന് തന്നെ നമുക്ക് ഈ മത്സരം പക വീട്ടണം, അത് തന്നെയാണ് ലക്ഷ്യം. അന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. പ്രബീറിന് അതുപോലെ മിലോസിനൊക്കെ 3 മത്സരം ബാന്, അതുപോലെ ജീക്സൺ സിംഗിൻ്റെ ഇഞ്ചുറി, അതുപോലെ ഐബൻ ദോഹ്ലിങ് ഇഞ്ചുറി പറ്റി സീസൺ ഔട്ട് ആയതൊക്കെ ആ മത്സരത്തിലായിരുന്നു. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാലും ഈ മത്സരത്തിലേക്ക് ഇനി വരുമ്പോൾ ഇപ്പോൾ മുംബൈ സിറ്റിയുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗ്രേഗ് സ്റ്റുവാർട്ടൊക്കെ 3 യെല്ലോയിലായിരുന്നു. അപ്പോൾ അവരുടെ കുറച്ച് പ്ലേയേഴ്സ് 3 യെല്ലോയിലായതുകൊണ്ട് തന്നെ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ അവർക്കൊക്കെ ഒരു യെല്ലോ കിട്ടണേ, അടുത്ത കളി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇല്ലാതിരിക്കണേ എന്ന ഒരു പ്രാർത്ഥന എങ്ങനെയാലും ആരാധകരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും. കാരണം മറ്റൊന്നല്ല, കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മുടെ സ്വന്തം മജീഷ്യൻ അഡ്രിയാൻ ലൂന ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇല്ല. അപ്പോൾ ലൂണയൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ആരാധകർ അന്ന് വാശി തീർക്കും, ഞങ്ങൾ കൊച്ചിയിൽ വെച്ച് തിരിച്ചടിക്കും, അങ്ങനെയുള്ള വലിയ വെല്ലുവിളികളൊക്കെ ആരാധകർ എടുത്തിട്ടുണ്ടായിരുന്നത്. കൊച്ചിയിലേക്ക് വരും തിരിച്ചടിക്കും എന്ന രീതിയിൽ തന്നെയായിരുന്നു അന്ന് നമ്മൾ ഫുൾ ആരാധകരുടെ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ആകെ ലൂണയൊക്കെ കണ്ടിട്ടാണ് ലൂണയുടെ ഇഞ്ചുറി അത് വലിയ രീതിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത മത്സരത്തിലൊക്കെ തിരിച്ച് ലൂണയുടെ അഭാവം ഇല്ലാതെ അവളെ ബാക്കിയുള്ള ഫോറിൻ പ്ലേയേഴ്സ് നല്ല രീതിയിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ലൂണ ഇല്ലാത്തതിനെ തുടർന്ന് അപ്പോൾ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി മത്സരത്തിൽ, ഇന്നലെ നടന്ന മത്സരത്തിൽ റഫറി 6 ആടുകയായിരുന്നു. ഇഷ്ടം കണക്കിൽ റെഡ് കാർഡാണ്. മുംബൈ സിറ്റിയുടെ 4 പ്ലേയേഴ്സിന് റെഡ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. ഗ്രേഗ് സ്റ്റുവാർട്ടിന് റെഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിക്രം പ്രതാപ് സിംഗ്, രാഹുൽ ബേക്കെ, ആകാശ് മിശ്ര, അവിടെ ഒരു 4ഓളം മെയിൻ പ്ലേയേഴ്സിന് തന്നെ റെഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സസ്പെൻഷനാണ്, അടുത്ത മത്സരം ഉണ്ടാവില്ല. അപ്പോൾ അത് ബ്ലാസ്റ്റേഴ്സിന് ഒരു ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ അവരെ മുഴുവനായിട്ട് നമുക്ക് ആണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് പറയാം. അവിടെ നാസർ അൽ ഹയാത്തി എന്ന് പറഞ്ഞുള്ള മറ്റൊരു ഡേഞ്ചർ പ്ലെയർ കൂടി ഉണ്ട്. ഗ്രേഗ് സ്റ്റുവാർട്ട് പോയിട്ടുണ്ടെങ്കിലും നാസർ അൽ ഹയാത്തി ഇപ്പോൾ മുംബൈക്ക് അവസാനമായിട്ട് കളിച്ചതൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്, ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാസർ അൽ ഹയാത്തിയെയും ഭയക്കേണ്ട ഒരു പ്ലെയറാണ്. അതുപോലെ പിന്നെ മിഡ്ഫീൽഡിൽ നൈഫ് ഉണ്ട്, അതുപോലെ ഡിഫൻസിൽ റോസ്റ്റിൻ ഗ്രിഫിത്ത്, ടിരി ഉണ്ട്, ഹോർഹെ പെരാട്ടയാസ്, അതുപോലെ ചാങ്തെ, ബിപിൻ സിംഗ്, അങ്ങനെ പ്ലെയേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് മറ്റു പ്ലെയേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല റീപ്ലേസ്മെൻ്റ് ആയിട്ട് അവരുടെ പകരക്കാരായിട്ട് ബെഞ്ചിൽ നല്ല പ്ലെയേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്ര വലിയ രീതിയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് മത്സരം തന്നെ നമുക്ക് കൊച്ചിയിൽ കാണാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ മുംബൈ സിറ്റി എങ്ങനെയാലും ഇപ്പോൾ ലാസ്റ്റ് മത്സരം മോഹൻ ബഗാനോട് 2-1 സ്കോറിൽ വിജയിച്ചാണ് വരുന്നത് അവരുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലാസ്റ്റ് മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെ അവരുടെ തട്ടകത്തിൽ വെച്ച് എവേ വിൻ കരസ്ഥമാക്കിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരവ്. കഴിഞ്ഞ മത്സരം അത്ര ഒരു മികച്ചതായിരുന്നില്ല. ലൂണയുടെ അഭാവം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് ലൂണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാലും ഇവാൻ ബുക്കോമാനോവിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ മറ്റു ഫോറിൻ പ്ലേയേഴ്സ് കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് 2ാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഷീൽഡിലേക്ക് റേസിൽ നമുക്ക് പിടിച്ച് നിൽക്കണമെങ്കിൽ ഷീൽഡൊക്കെ അടിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എങ്ങനെയാലും ഈ മത്സരം ഇമ്പോർട്ടൻ്റ് ആണ്. 2 മത്സരങ്ങൾ വരുന്ന 2 മത്സരങ്ങൾ മുംബൈ മോഹൻ ബഗാനൊക്കെയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഷീൽഡൊക്കെ വിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് മത്സരമാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഒരു ആശ്വാസ വാർത്ത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീക്സൺ സിംഗ് ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി മാച്ച് ഫിറ്റ് ആയാൽ മാത്രമേ താരത്തെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷനിലെങ്കിലും കാണാൻ സാധിക്കുള്ളൂ, സൈഡ് ബെഞ്ചിലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. എങ്ങനെയാലും താരം തിരിച്ചെത്തിയിട്ടുണ്ട്, ട്രെയിനിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. മാച്ച് ഫിറ്റായ നമുക്ക് ഈ മത്സരം അല്ലെങ്കിൽ മോഹൻ ബഗാൻ്റെ മത്സരത്തിലോ ഒരുപക്ഷെ ബെഞ്ചിൽ കാണാൻ സാധിക്കും. പിന്നെ കളിക്കാനും ഇറങ്ങാനും സാധ്യതയുണ്ട്. ഒരു മത്സരത്തിൽ കാണുമെന്നറിയില്ല, അത് കണ്ടു തന്നെ അറിയണം. അതുപോലെ പിന്നെ സസ്പെൻഷനിലായിരുന്ന നമ്മുടെ ആഷാൻ ഇവാൻ ബുക്കോമാനോവിച്ചും തിരിച്ചു വരികയാണ് ഈ മത്സരത്തിലേക്ക്. അതുപോലെ ഡാനിഷ് ഫാറൂഖും സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്, അതും പോസിറ്റീവ് വാർത്ത തന്നെയാണ്. അതുപോലെ പിന്നെ ഈ മത്സരത്തിൽ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ 11 നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ വരാൻ സാധ്യത ഞാൻ കാണുന്നത് ഡിഫൻസിൽ ഈ മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തെ പോലെ മിലോസും ലെസ്കോവിക്കും തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ തന്നെ, മിലോസ് ആൻഡ് ലെസ്കോവിക്, റൈറ്റിൽ പ്രബീർ ദാസ്,
വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സന്ദീപ് സിംഗ്, പ്രീതം കോട്ടാൽ റൈറ്റ് ബാക്കിൽ ഓക്കെ കഴിഞ്ഞ മത്സരത്തിലും അത് തെളിയിച്ചതാണ്. താഴത്തെ സെൻറ്റർ ബാക്ക് കളിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ ഗുഡാണ്, താരം കളിക്കുന്നുണ്ട്. എന്നാൽ റൈറ്റ് ബാക്ക് കളിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ ലെഫ്റ്റിൽ നോച്ച് തന്നെ, പിന്നെ 2 മിഡ്ഫീൽഡറായിട്ട് ഡാനിഷ് തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഡാനിഷ് ആൻഡ് വിപിൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസർ കഴിഞ്ഞ മത്സരത്തിൽ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ്. പിന്നെ മലയാളി പ്ലേയേഴ്സ് ആയതുകൊണ്ട് 2 പ്ലേയേഴ്സും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇനി അസർ കോച്ച് ഇറക്കുമോയെന്നറിയില്ല, വിശ്വസിച്ച് അത് കണ്ടറിയണം. അല്ലെങ്കിൽ ഡാനിഷ് വിപിൻ തന്നെ ആയിരിക്കും. റൈറ്റിൽ ദൈസുക്കി വരാൻ ചാൻസ് ഇല്ല. രാഹുൽ ആൻഡ് ഐമൻ തന്നെ വിങ്ങുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെപ്ര ആൻഡ് ഡിമി വരുമെന്നാണ് തോന്നുന്നത്. പെപ്ര ഫിസിക്കലി നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നല്ല രീതിയിൽ ഗോൾ അടിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് പെപ്ര. ഇനി ദൈസുക്കി വരണമെന്നാണ് ആഗ്രഹം. ദൈസുക്കി വരുമെന്നറിയില്ല. ദൈസുക്കി വരികയാണെങ്കിൽ പിന്നെ സ്ട്രൈക്കിങ്ങിൽ ഇഷാൻ പണ്ഡിറ്റൊക്കെ ഫസ്റ്റ് ലെവലിൽ വരുമോ എന്നുള്ളത് സംശയമാണ്. കണ്ടു തന്നെ അറിയണം, അല്ലെങ്കിൽ രാഹുലിനൊക്കെ കളിപ്പിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാത്തവരിക്കും ബൈ.